السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റാണ്. അശ്ശഅറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അശ്ശുഅറാ ഉൽ അമവിയൂൻ, അമവി കവികളെക്കുറിച്ചാണ്. ഉമർ ബിൻ അബി റബിഅ, ജമീൽ ബിൻ മഅ്മർ, ഖൈസ് ബിൻ അൽ മുലവ്വഹ്, ഖൈസ് ബിൻ ദരീഹ്, അൽ അഖ്തൽ, അൽ ഫറസ്ദഖ്, ജരീർ, ഈ 7 കവികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഉമർ ബിൻ അബി റബിഅ. യാ ലൈത മൻ ലാമനാ ഫിൽ ഹുബ്ബി മർറ ബിഹി മിമ്മാ നുലാഖി വഇല്ലം നുഹ്സിഹിൽ ഉശുറു ഹത്താ യദൂഖ കമാ ദുഖ്നാ ഫയംനഅഹു മിമ്മാ യലദ്ദു ഹദീസുൻ നഫ്സി വസ്സഹറു എന്ന പ്രസിദ്ധമായ കവിത രചിച്ച ഉമർ ബിൻ അബി റബിഅ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. 644 മുതൽ 711 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. ഉമർ ബിൻ അബി റബിഅ അൽ മഖ്സൂമി അൽ ഖുറശി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. യുക്കന്ന ബി അബിൽ ഖത്താബ് വ അബി ഹഫ്സ് വ അബി ബിഷർ. അബുൽ ഖത്താബ്, അബു ഹഫ്സ്, അബു ബിഷർ എന്നൊക്കെ വിളിപ്പേരുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് ആഷിഖ്. ഇഷ്തഹറ ഫിൽ ഗസൽ വഉദ്ദ മിൻ സുഅമാഇ ഫന്നി തഗസ്സുൽ ഫി സമാനി. തൻ്റെ കാലത്ത് ഗസലിന് പേര് കേട്ട കവിയായിരുന്നു. സുമ്മിയ ബി ഉമർ ലിഅന്നഹു വുലിദ ഫിൽ ലൈലത്തില്ലത്തി തുഫിയ ഫീഹാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായ രാത്രിയാണ് ഇദ്ദേഹം ജനിച്ചത്. അത് കാരണത്താലാണ് ഉമർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. നഫാഹു ഉമർ ബിൻ അബ്ദുൽ അസീസ് ലിതഅറുദിഹി ലിന്നിസാ ثم غزا في البحر واحترقت السفينة. സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണത്താൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇദ്ദേഹത്തെ നാട് കടത്തിയിരുന്നു. പിന്നീട് കടലിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കപ്പൽ കത്തുകയും കടലിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. സഅലഹു സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് മാ യംനഉക മിൻ മദ്ഹിന ഫഖാല ലാ അംദഹു ഇല്ലാ നിസാ. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് നമ്മളെ പുകഴ്ത്തി പാടാത്തത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ സ്ത്രീകളെ മാത്രമേ പുകഴ്ത്താറുള്ളൂ എന്നാണ്. തസവ്വജ കൽസം ബിൻത് സഅദ് അൽ മഖ്സൂമിയ തുമ്മ സൈനബ് ബിൻത് മൂസ അൽ ജുമഹിയ. കൽസം ബിൻത് സഅദിനെയും സൈനബ് ബിൻത് മൂസയുമാണ് ഇദ്ദേഹം വിവാഹം ചെയ്തത്. അടുത്തത് ജമീൽ ബിൻ മഅ്മർ. യമൂത്തുൽ ഹവാ മിന്നി ഇദാ മാ ലഖീതുഹാ വയഹ്യാ ഇദാ ഫാറഖ്തുഹാ ഫയഊദു യഖൂലൂന ജാഹിദ് യാ ജമീലു ബിഗസ്വത്തിൻ വഅയ്യ ജിഹാദിൻ ഗൈറുഹുന്ന ഉരീദു എന്ന കവിത പാടിയ ജമീൽ ബിൻ മഅ്മർ. അദ്ദേഹം ജനിച്ചത് 660-ലാണ്, മരണപ്പെട്ടത് 701-ൽ. അബു അംർ ജമീൽ ബിൻ അബ്ദുല്ലാഹ് ബിൻ മഅ്മർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉദ്റ ഗോത്രത്തിൽപ്പെട്ടയാളാണ് ഇദ്ദേഹം. അദ്ദേഹം വാദിൽ ഖുറയിലാണ് ജനിച്ചത്. ഷാമിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള വാദിൽ ഖുറയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇസ്തഹറ ബി ഹുബ്ബിഹി ലി ബുസൈന ഹത്ത നുസിബ ഇലൈഹ വസുമ്മിയ ജമീൽ ബുസൈന. അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായ ബുസൈനയിലേക്ക് ചേർത്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ജമീൽ ബുസൈന എന്നറിയപ്പെടുന്നത്. തലഖന ശഅറ മിൻ ഹുദ്ബ ബിൻ അൽ ഖശ്റം. ഹുദ്ബ ബിൻ അൽ ഖശ്റമിൻ്റെ അടുത്തു നിന്നാണ് ഇദ്ദേഹം കവിത പഠിച്ചത്. റഫള ഉസ്റത്ത് ബുസൈന അസ്വാജ് വഅഹ്ദറു ദമഹു ബി മുസാഅദത്തി മർവാൻ ബിൻ അൽ ഹകം ഫഫറ ഇല മിസ്ർ വമരിദ ഹുനാക വമാത്. ഇദ്ദേഹത്തിൻ്റെ പ്രണയിനിയായ ബുസൈനയുമായിട്ടുള്ള വിവാഹം അവളുടെ കുടുംബം വിസമ്മതിച്ചു. ബുദ്ധിമുട്ട് കാരണത്താൽ മർവാൻ ബിൻ അബ്ദുൽ ഹക്കമിൻ്റെ സഹായത്തോടെ ഇദ്ദേഹത്തെ വധിക്കാൻ അവർ കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ അദ്ദേഹം മിസ്റിലേക്ക് ഓടിപ്പോയി അവിടെ വെച്ച് രോഗിയായി. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. അടുത്തത് ഖൈസ് ബിൻ അൽ മുലവ്വഹ്. إذا ذكرت ليلى عقلت وراجعت روائع قلبي من هوى متشعب وقالوا صحيح ما به طيف جنة ولا الهم إلا بافتراء التكذب എന്ന പ്രണയ കവിത പാടിയ ഖൈസ് ബിൻ അൽ മുലവ്വഹ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. 645 മുതൽ 688 വരെ ജീവിച്ചു.
ഖൈസ് ബിൻ അൽ മുലഖബ് ബി മജ്നൂൻ ലൈല, മജ്നൂൻ എന്ന പേരിൽ അറിയപ്പെട്ട ഖൈസ് ബിൻ അൽ മുലവഹ്. ആഷഫി ബാദിയത്തിൽ അറബ്, ബാദിയത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഷായർ ഗസൽ മിൻ അഹ്ലി നജ്ദ്, നജ്ദിൽപ്പെട്ടയാളാണ്, ഗസൽ കവിയാണ്. ആഷഫി ഖിലാഫത്തി മർവാൻ ബിൻ അൽ ഹക്കം അബ്ദുൽ മലിക് ബിൻ മർവാൻ, രണ്ടുപേരുടെയും ഖിലാഫത്തിൻ്റെ കാലത്ത് ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ലം യകുൻ മജ്നൂനൻ വലാകിൻ ലുഖിബ ബിഹി ലിഹുബ്ബിഹി ഷദീദ് ലിലൈല ബിൻത് സഅദ് അൽ ആമിരിയ വലാകിൻ റഫദ അഹ്ലുഹ അസ്സവാജ്. ഇദ്ദേഹം ഭ്രാന്തനായിരുന്നില്ല, പക്ഷേ ലൈല ബിൻത് സഅദിനോടുള്ള ശക്തമായ പ്രണയം കാരണത്താൽ ഇദ്ദേഹത്തെ ഭ്രാന്തനായി ജനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുമായുള്ള വിവാഹം അവളുടെ കുടുംബം വിസമ്മതിച്ചു. ഉജിദ മുൽഖൻ ബൈനൽ അഹ്ജാർ വഹുവ മയ്യിത്ത്, കല്ലുകൾക്കിടയിൽ മരണപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. അടുത്തത് ഖൈസ് ബിൻ ദരീഹ്. തുഹദ്ദിസുനിൽ അഹ്ലാമു ഇന്നി അറാകുമു ഫയാ ലൈത അഹ്ലാമൽ മനാമി യഖീനു ഷഹിദ്തു ബിഅന്നി ലം ഉഹിൽ അൻ മവദ്ദത്തിൻ വഇന്നി ബികും ലൗ തഅലമീന ളനീനു എന്ന കവിത പാടിയ ഖൈസ് ബിൻ ദരീഹ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. 625 ജനിച്ചത്, 680 മരണം. ഖൈസ് ബിൻ ദരീഹ് അൽ ലൈസി അൽ ഖനാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. മജ്നൂൻ ലുബ്ന എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിനുണ്ട്. അഖുൽ ഹുസൈൻ ബിൻ അലി മിൻ അർദഅത്തുഹു ഉമ്മു ഖൈസ്, ഹുസൈൻ ബിൻ അലിയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. ഉമ്മു ഖൈസാണ് ഇദ്ദേഹത്തിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മ. ആഷ ഫി ഫത്രത്തിൽ ഖുലഫാ റാഷിദീൻ വഫി ഖിലാഫത്തി മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, ഖുലഫാ റാഷിദുകളുടെയും മുആവിയത്ത് ബിൻ അബി സുഫിയാൻ്റെയും ഭരണകാലത്ത് ജീവിച്ചിട്ടുണ്ട്. സക്കന ഫിൽ മദീനത്തിൽ മുനവ്വറ, മദീനയിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഇസ്തഹറ ബി ഹുബ്ബി ലുബ്ന ബിൻതുൽ ഹുബാബ് അൽ കഅബിയ്യ, ലുബ്നയുടെ പ്രണയം കൊണ്ടാണ് ഇദ്ദേഹം പ്രസിദ്ധനായത്. അടുത്തത് അൽ അഖ്തൽ. فعليك بالحجاج لا تعدل به أحدا إذا نزلت عليك أمور ولقد علمت وأنت أعلمنا به أن ابن يوسف حازم منصور. ഹജ്ജാജ് ബിൻ യൂസുഫിനെ പുകഴ്ത്തിക്കൊണ്ട് അഖ്തൽ പാടിയ പാട്ടാണിത്. അഖ്തലിനെ കുറിച്ച് വിശദമായി വായിക്കാം. 640 അദ്ദേഹം ജനിച്ചത്, 710 അദ്ദേഹം മരണപ്പെട്ടത്. അബൂ മാലിക് ഗിയാസ് ബിൻ ഗൗസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഹിയറയിലാണ് അദ്ദേഹം ജനിച്ചത്. തഗ്ലബ് ഗോത്രക്കാരനാണ്. ഷായിറുദ്ദൗലത്തിൽ അമവിയ, അമവി ഭരണകൂടത്തിൻ്റെ കവിയാണ്. ഹജ ഖബീലത്ത് ഖൈസ് ബി അംരി ഖലീഫ അബ്ദുൽ മലിക്, ഖലീഫ അബ്ദുൽ മലിക്കിൻ്റെ കൽപ്പന പ്രകാരം ഖൈസ് ഗോത്രത്തെ ഇദ്ദേഹം പരിഹസിച്ച് കവിത പാടിയിട്ടുണ്ട്. അഖാമ ഫി ദിമഷ്ക് വൽ ജസീറത്തിൽ ഫുറാത്തിയ, ഡമസ്കസിലും യുഫ്രട്ടീസ് ദ്വീപിലും അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ജാലഹു അബ്ദുൽ മലിക് ഷായർ അൽ ബലാത്ത്, ഖലീഫ അബ്ദുൽ മലിക് അദ്ദേഹത്തിൻ്റെ കൊട്ടാര കവിയാക്കിയിരുന്നു ഇദ്ദേഹത്തെ. കാന നസ്രാനിയൻ, ഇദ്ദേഹം നസ്രാനിയായിട്ടാണ് ജീവിച്ചത്. വ അബ്റാ ഫിൽ മദ്ഹി വൽ ഹജ, പുകഴ്ത്തിക്കൊണ്ട് കവിത പാടുന്നതിലും പരിഹസിച്ച് കവിത പാടുന്നതിലും അഗ്രഗണ്യനായിരുന്നു. ഹജൽ അൻസാർ ബി അംരി യസീദ് ബിൻ മുആവിയ, യസീദ് ബിൻ മുആവിയയുടെ കൽപ്പന പ്രകാരം അൻസാറുകളെ പരിഹസിച്ച് ഇദ്ദേഹം കവിത പാടിയിരുന്നു. അടുത്തത് അൽ ഫറസ്ദഖ്. ഇന്നല്ലദീ സമക സമാഅ ബനാ ലനാ ബൈതൻ ദആഇമുഹു അഅസ്സു വഅത്വലു ബൈതൻ സുറാറത്തു മുഹ്തബിൻ ബിഫിനാഇഹി വമുജാശിഉൻ വഅബുൽ ഫവാരിസി നഹ്ശലു എന്ന പ്രസിദ്ധമായ കവിതയുടെ വക്താവ് അൽ ഫറസ്ദഖ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. 641 അദ്ദേഹം ജനിച്ചത്, 732 മരണപ്പെട്ടു. അബൂ ഫറാസ് ഹുമാം ബിൻ ഗാലിബ് ബിൻ സഅസഅ അത്തമീമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. സുമ്മിയ ബിൽ ഫറസ്ദഖ് ലിദഖാമത്തി വജ്ഹിഹി, അദ്ദേഹത്തിൻ്റെ തടിച്ച മുഖം കാരണത്താലാണ് ഫറസ്ദഖ് എന്ന പേര് ലഭിച്ചത്. ഉമ്മുഹു ലൈല ബിൻത് ഹാബിസ്, ലൈല ബിൻത് ഹാബിസ് ആണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. ഉഖ്ത അഖറ ബിൻ ഹാബിസ് അത്തമീമി അസ്വഹാബി, അദ്ദേഹത്തിൻ്റെ മാതാവ് അഖറ ബിൻ ഹാബിസ് അത്തമീമി എന്ന സ്വഹാബിയുടെ സഹോദരിയാണ്. ഖാലൽ ലുഗവിയൂൻ ലൗലാ ശിഅറുൽ ഫറസ്ദഖ് ലദഹബ സുലുസുൽ ലുഗത്തിൽ അറബിയ്യ, ഫറസ്ദഖിൻ്റെ കവിതയില്ലായിരുന്നുവെങ്കിൽ അറബി ഭാഷയുടെ 1/3 നഷ്ടമാകുമായിരുന്നു എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്.
കാന യംദഹുൽ ഖുലഫാ അൽ അമവിയീൻ വയുദാഫിഉ അൻ അഹ്ലിൽ ബൈത്ത്. അമവി ഭരണാധികാരികളെ പുകഴ്ത്തുമായിരുന്നു, പ്രവാചക കുടുംബത്തിനെതിരെ വരുന്ന ബുദ്ധിമുട്ടുകളെ തടുക്കുമായിരുന്നു തൻ്റെ കവിത കൊണ്ട്. ഫി ആഖിരി അയ്യാമിഹി തഅല്ലഖ ബി അസ്താരിൽ കഅബ വആഹദ അല്ലാഹു അലാ തർക്കിൽ ഹജ. അവസാന കാലത്ത് കഅബയുടെ ചാരത്ത് വന്ന് ഇനിമേൽ പരിഹാസ കവിത ആലപിക്കില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തിരുന്നു. സ്വയം ബന്ധനസ്ഥനാക്കി ഖുർആൻ മനഃപ്പാടമാക്കുന്നതിന് മുമ്പ് തൻ്റെ ബന്ധനത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കരുത് എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ജരീർ. ലൗലൽ ഹയാഉ ലആദനി ഇസ്തിഅബാറു വലസുർതു ഖബ്റകി വൽ ഹബീബു യുസാറു വലഖദ് നദർതു വമാ തമത്തുഉ നദ്റത്തിൻ ഫിൽ ലഹ്ദി ഹൈതു തമക്കനൽ മിഹ്ഫാറു എന്ന വിലാപ കവിത പാടിയ ജരീർ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. 640 അദ്ദേഹം ജനിച്ചത്. 728 മരണപ്പെട്ടു. അബു ഹസ്ര ജരീർ ബിൻ അത്തിയ്യ അൽ കൽബി അൽ യർബൂഇ അത്തമീമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. നശഅ ഫഖീറൻ യറൽ ഗനം, ആടിനെ മേയ്ച്ച് ഫഖീറായിട്ടാണ് വളർന്നത്. മിൻ അഷ്ഹരി ശുഅറാഇൽ അറബ് ഫിൽ മദ്ഹി വൽ ഹജ, പ്രശംസാ കവിതയിലും പ്രഹസന കവിതയിലും അഗ്രഗണ്യനായിരുന്നു. മദഹ ബനി ഉമയ്യ വലാസമൽ ഹജ്ജാജ്, അമവി ഭരണാധികാരികളെ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കൂടെയായിരുന്നു പ്രധാനമായും. ഹജ സലാസ വഅർബഈന ശാഇറൻ മിൻ അസ്രി, അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള 43ഓളം കവികളെ പരിഹസിച്ച് കവിത പാടിയിട്ടുണ്ട്. ലം യസ്ബുത് അമാമഹു ഇല്ലൽ ഫറസ്ദഖ് വൽ അഖ്തൽ, ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തിൻ്റെ സമകാലീനരായ ഫറസ്ദഖിനും അഖ്തലിനും മാത്രമാണ് സാധിച്ചത്. തഅല്ലമ അശ്ശിഅറ അലാ ലിസാനി ജദ്ദിഹി ഹുദൈഫ ബിൻ ബദർ, അദ്ദേഹത്തിൻ്റെ പിതാമഹനായ ഹുദൈഫ ബിൻ ബദറിൻ്റെ പക്കൽ നിന്നാണ് കവിത പഠിച്ചത്. അബൂഹു അത്തിയ്യ വ ജദ്ദുഹു ഹുദൈഫ വ അഖൂഹു അംർ കുല്ലുഹും ശുറാ, അദ്ദേഹത്തിൻ്റെ പിതാവ് അത്തിയ്യ, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ഹുദൈഫ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അംർ, എല്ലാവരും കവികളാണ്. ഖാല അൽ അഖ്തൽ ജരീർ യഗ്രിഫു മിൻ ബഹർ വൽ ഫറസ്ദഖ് യൻഹിതു മിൻ സഖർ. അഖ്തൽ പറഞ്ഞിട്ടുണ്ട്, ജരീറിൻ്റെ കവിതകൾ കടലിൽ നിന്ന് കോരിയെടുക്കുന്ന പോലെയാണ്, ഫറസ്ദഖിൻ്റെ കവിതകൾ പാറയിൽ നിന്ന് കൊത്തിയുണ്ടാക്കുന്ന പോലെയാണ്. ഫറസ്ദഖിൻ്റേത് കഠിനമായ കവിതകളും ജരീറിൻ്റേത് സിമ്പിളായ കവിതകളുമാണ് എന്നാണ് ഉദ്ദേശം. 3 പേരും തങ്ങളുടെ കാലത്തെ അഗ്രഗണ്യരായ കവികളാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശുക്രൻ അല ദഅം ഇല ലിഖാ ഫിൽ ഹൽഖ അത്താലിയ മഅസ്സലാമ.